ഇതാണ് നമ്മുടെ പ്രീതി ചേച്ചി. ഒരുപാട് സ്ത്രീകൾക്ക് ചേച്ചി ഒരു വലിയ പ്രചോദനം തന്നെയാണ്. അതായത് വീട്ടിലിരിക്കുമ്പോൾ ഒരു സംരംഭം തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് മറ്റ് അധികം വരുമാനം ഇല്ലെങ്കിലും എങ്ങനെ തുടങ്ങാം എന്നുള്ളൊരു വലിയ മാതൃക തന്നെയാണ് നമ്മുടെ പ്രീതി ചേച്ചി. അപ്പൊ ഇതെങ്ങനെ ഈ ഒരു ഇതിലേക്ക് തുടങ്ങാൻ, ഈ ഒരു സംരംഭത്തിലേക്ക്, അതായത് ഇതുപോലെ ഇഡലി മാവ് ഉണ്ടാക്കുക എന്നുള്ളത് എങ്ങനെയാണ് ആദ്യമായിട്ട് വന്നത്? അത് പൊതുവെ എല്ലാരും ഇപ്പൊ തുണി അല്ലെങ്കിൽ മറ്റേ ഓർണമെന്റ്സിൻ്റെത് അങ്ങനത്തെ ഇതൊക്കെ അല്ലേ. അപ്പൊ അതാകുമ്പോ കോമ്പറ്റീഷൻ കൂടും. പിന്നെ ഞാനൊരു ബിസിനസ് തുടങ്ങാന്ന് വിചാരിച്ചപ്പോ ഇവിടെ ഇല്ലാത്തൊരു ഐറ്റം നോക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് വീട്ടിൽ ഇരുന്ന് എന്റെ സമയം സൗകര്യം അനുസരിച്ച് കുറച്ച് സമയം, ഒരു 3 മണിക്കൂർ മാറ്റി വെച്ചാല് അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകും. വീട്ടിലത്തെ കാര്യമാണെങ്കിലും ഇതിൽ നിന്നുള്ള ഇതാണെന്നുണ്ടെങ്കിലും. അപ്പൊ അങ്ങനെ ഇവിടെ ഇല്ലാത്തൊരു സംഭവം നോക്കി എടുത്തതാ ഇത്. പിന്നെ കോമ്പറ്റീഷൻ കുറവായിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പം മാർക്കറ്റിൽ ഇങ്ങനെ ആളുകളൊക്കെ ഇത് കടയിലൊക്കെ കൊടുക്കുമ്പോൾ അതിന് വാങ്ങാൻ ആളുകളുണ്ടോ? വാങ്ങാൻ ആൾക്കാരുണ്ട്, എന്നാലും ആൾക്കാർക്ക് ഇതിനെ കുറിച്ചുള്ള അറിവ് കുറവാന്ന് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞാലേ അവര് വന്ന് വാങ്ങിക്കുള്ളൂ. നമ്മൾ ആദ്യം തന്നെ കടയിൽ പോകുമ്പോൾ അവര് കടക്കാരോട് ഇത് വെക്കാമോ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ ഇവിടെ ഒന്നും ആരും ആവശ്യപ്പെടാറില്ല, ഇങ്ങോട്ടൊന്നും അങ്ങനെ ഇല്ല, ടൗൺ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോവുള്ളൂ. അപ്പൊ ഞാൻ പറയും അത് കുഴപ്പമില്ല, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ളത് ആൾക്കാർ അറിയണ്ടേ, അപ്പൊ എന്തായാലും വെച്ചാലല്ലേ അറിയുള്ളൂ. പിന്നെ വെച്ച് തുടങ്ങിയപ്പോ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട്. പിന്നെ ആൾക്കാരിപ്പോ കൊണ്ടുപോയവര് തന്നെയാണ് പിന്നെ വന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ഇതുവരെ അങ്ങനെ വേറെ കംപ്ലൈന്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, നല്ല അഭിപ്രായം തന്നെയാ പറഞ്ഞത്. അപ്പൊ അത് കേൾക്കുമ്പോ നമുക്കൊരു പ്രചോദനമല്ലേ ഇനിയും ചെയ്യാന്നുള്ളത്. പിന്നെ ഇനി ഓർഡർ കൂടുതലായിട്ട് കിട്ടണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. ഇപ്പൊ എങ്ങനെയാണ്, ഒരു എത്ര പാക്കറ്റുകളാണ് ഒരു കടയിൽ ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയത്? അങ്ങനെ ഇപ്പൊ വലിയ അളവിലൊന്നും പോകുന്നില്ല. ചില കടയില് ഒരു 6-7 ഒക്കെ വെക്കാൻ പറയും, ചിലയിടത്ത് 3. പിന്നെ 2 പാക്കറ്റ് മതി എന്ന് പറയുന്നവരും ഉണ്ട്. എന്ന് വെച്ചാൽ ആദ്യമായിട്ടൊക്കെ വെക്കുമ്പോ ഒരു വെച്ച് നോക്കട്ടെ, നോക്കിയിട്ട് ആൾക്കാർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൂടുതൽ വെക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ ചിലത് റിട്ടേൺ വരാറുണ്ട്, ആദ്യമായിട്ട് വെക്കുന്നിടത്ത് സെയിൽ ആയില്ല എന്ന് പറഞ്ഞിട്ട്. പ്രതിസന്ധികളുണ്ട് ഇതില്. വീടുകളിൽ നിന്നുള്ള ഓർഡറുകൾ വരാറുണ്ടോ? വീടുകളിൽ എന്ന് പറയുമ്പോ അങ്ങനെ അധികം ഓർഡർ ഇല്ല. ചിലപ്പോ അവരെന്തെങ്കിലും ഈ എന്താ കെട്ടുമുറുക്കന്റെ ഒക്കെ അങ്ങനത്തെ പരിപാടി ഉണ്ടായപ്പന്മാർക്കൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ 1-2 പേര് വന്ന് വാങ്ങിച്ചിരുന്നു. പിന്നല്ലാതെ കുടുംബശ്രീയിലുള്ളവര് പരിചയത്തിന്റെ പുറത്ത് അങ്ങനെയൊക്കെ വന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ അല്ലാതെ ഇങ്ങനെ വലിയ രീതിക്കുള്ള ഓർഡറൊന്നും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. ശരിയാണ്. ഇപ്പൊ ടൗണുകളിലേക്കൊക്കെ ഉള്ള, ഇപ്പൊ ജോലി ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഇത് ഭയങ്കര സുലഭമാണ്. എല്ലാ കടകളിലും എല്ലാ മാർക്കറ്റുകളിലും എല്ലാം ഇതുണ്ട്. ഇവിടെ ഇങ്ങനെ ഇത് വളരെ കുറവാണല്ലോ. അപ്പൊ എന്ത് ധൈര്യത്തിലായിരുന്നു ഇങ്ങനെ? എന്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പൊ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വന്നതാ. അപ്പൊ ഞങ്ങളുടെ അവിടെ എന്ന് വെച്ചാൽ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോ തന്നെ ഉള്ളൊരു സംഭവമായിരുന്നു. അപ്പൊ അവിടെ എല്ലാ കടകളിലും സാധാരണ ഇതുപോലെ തന്നെ വെച്ച് പോകുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ ഒന്നും ആരും അങ്ങനെ ഇത് വെച്ച് കാണുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി ഇതാകുമ്പോ ക്ലിക്ക് ആവുമായിരിക്കും. ഇപ്പൊ ഒന്നും കൂടി ഫാസ്റ്റ് ലൈഫ് അല്ലേ, അപ്പൊ ആൾക്കാർക്ക് സൗകര്യം, എല്ലാരും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് ജോലിക്ക് പോകാൻ തിരക്കായിട്ട് ഓടുന്നവരാ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഉദ്ദേശിച്ച അത്ര ഫാസ്റ്റ് ആയിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് ആവുന്നില്ല. ആൾക്കാരുടെ സഹകരണം നല്ലപോലെ ഉണ്ടെങ്കിൽ അത്. എത്ര കാലം ഇപ്പൊ ഇതിപ്പോ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. കുറച്ചെന്ന് വെച്ചാൽ ഒരു 1.5 മാസത്തോളം ആയിട്ടുള്ളൂ. അത്ര അത് വെച്ച് നമുക്ക് അങ്ങനെ വിലയിരുത്താനാവില്ലല്ലോ ഒരു ബിസിനസ്സിന്. പിന്നെ എന്തായാലും നമുക്ക് കുറച്ച് ലോസ് ഒക്കെ വരും, അതെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ്. ആദ്യമേ തന്നെ എല്ലാരും ഇതിനെ സ്വീകരിക്കണം എന്നില്ലല്ലോ ഉദ്ദേശിച്ച പോലെ. ആദ്യത്തെ ചെലവും കാര്യങ്ങളൊക്കെ സ്വന്തം? ഞാനൊരു ലോൺ എടുത്ത് വലിയ രീതിക്ക് തുടങ്ങുന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഇപ്പൊ കുടുംബശ്രീയിലും അല്ലാതെയൊക്കെ ഞാൻ ലോണിനൊക്കെ നോക്കി. അപ്പൊ അതിന് കുറച്ച് കടമ്പകളുണ്ട്. ബിൽഡിങ് വേണം, പിന്നെ വലിയ മെഷീനറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ലോൺ കിട്ടുള്ളൂ. അതും ഘട്ടം ഘട്ടമായിട്ടല്ലേ തരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട, ആദ്യമേ വലിയൊരു ബാധ്യത ഏറ്റെടുത്ത്, എന്ന് വെച്ചാൽ വലിയ രീതിക്ക് തുടങ്ങുമ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പൊ ലോണൊക്കെ എടുത്ത് എന്തായാലും ഇതിൽ തന്നെ അടഞ്ഞു പോകണം എന്നുള്ള അങ്ങനെയാണെങ്കിലല്ലേ എടുത്തിട്ട് കാര്യമുള്ളൂ. പിന്നെ ഞാൻ വെച്ചാൽ വേണ്ട, ചെറിയ രീതിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന തരത്തില് ഇതാകുമ്പോൾ വലിയ മുതൽ മുടക്കില്ലാതെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നല്ല രീതിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ മെഷീനാക്കി അതിൻ്റെതായ രീതിക്ക് തന്നെ ശരിക്കും തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പൊ എത്ര ലിറ്റർ വരെയാണ് വീട്ടിലുണ്ടാക്കുന്നത്? ലിറ്റർ എന്ന് പറയുമ്പോ
ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 12 പാക്കറ്റ്, 1.5 ലിറ്ററിന്റെ പാക്കറ്റ് വെച്ചാണ്. അപ്പൊ ഒരു 12 പാക്കറ്റ്. ലിറ്റർ ആയിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. അതിന്റെ ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വന്തം അല്ല മുന്നേ ഇതിനു വേണ്ടി വാങ്ങിച്ചതായിരുന്നു? ഇതിനു വേണ്ടി വാങ്ങിച്ചതാ ഗ്രൈൻഡർ എല്ലാം. എന്നുവെച്ചാൽ നമ്മള് വീട്ടിലെ ആവശ്യത്തിന് മിക്സി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുകയാണെങ്കിൽ ഗ്രൈൻഡറിൽ തന്നെ നല്ല കല്ലിലാട്ടേണ്ട ആ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ അതെല്ലാം കുറച്ചധികം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിലാണെങ്കിലല്ലേ പറ്റുള്ളൂ. ഇതിനിട്ട് വാങ്ങിച്ചതാ. ഇപ്പൊ ഒരു പാക്കറ്റ് 1.5 ലിറ്റർ ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എത്ര ദിവസം വരെ നമുക്കിത് ഉപയോഗിക്കാം? ഇതിപ്പോ കടകളിൽ കൊടുക്കുമ്പോ നമ്മൾ 3 ദിവസമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പയറി. പിന്നെ 3 ദിവസം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല, പ്രശ്നം വന്നിട്ടില്ല. പിന്നെ പരമാവധി കടകളിൽ അപ്പോഴെ തന്നെ സെയിലായി പോകുന്നുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ സെയിലായി പോകുന്നുണ്ട്. ചില കടകളിൽ മാത്രമാണ് ഇങ്ങനെ പോവാതെ അറിയാതെ, എന്നുവെച്ചാൽ കടക്കാര് അങ്ങോട്ട് പറഞ്ഞാലേ ആൾക്കാർ അറിയുള്ളൂ. എന്താന്ന് വെച്ചാൽ ഇവര് പറയാൻ ഓർക്കില്ല, ആദ്യമായിട്ട് കൊണ്ടുവയ്ക്കുന്നല്ലേ. ഇങ്ങനൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുപോയി നോക്കുന്നു പറയുന്ന കടകളിൽ കൊണ്ടുവയ്ക്കുന്ന അന്ന് തന്നെ സെയിലാവുന്നുണ്ട്. അല്ലാതെ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ കൊണ്ടുപോകണ്ടെന്ന് വിചാരിക്കുന്നിടത്താണ് ഇരുന്ന് പോകുന്നത്. ചില കടക്കാര് നല്ല സപ്പോർട്ടാണ്. അവര് മാക്സിമം എന്ന് വെച്ചാൽ ഇത് പുതിയൊരു സംഭവമല്ലേ, അപ്പൊ അവര് തന്നെ എല്ലാവരുടെ അടുത്തും പറയും, വരുന്നവരുടെ അടുത്തൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ട് നിങ്ങൾ കൊണ്ടുപോയി നോക്കുന്ന. പിന്നെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് കടക്കാര്. ആ ഒരു ഇതെല്ലാം ധൈര്യത്തിൽ തന്നെ ഇത് തന്നെ അങ്ങ് തുടർന്ന് കൊണ്ടുപോകാന്ന് വിചാരിക്കുന്നത്. എനിക്ക് വണ്ടി ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ കടകൾ ഓർഡർ പിടിക്കാൻ പറ്റിയില്ല. ഇപ്പൊ എങ്ങനെ എത്തിക്കുന്നത്? ഇപ്പൊ ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കൂടുതലുണ്ടെങ്കിൽ, കുറച്ചാണെങ്കിൽ ഞാൻ അല്ലാതെ സെയിൽസ് ഗേൾസ് ഒക്കെ പോകുന്നത് പോലെ ബസ്സിൽ തന്നെ അത് കൊണ്ടുപോകുന്നത്. ഓട്ടോ വിളിച്ചിട്ടാകുമ്പോ നമുക്ക് ഒന്നും മുതലാവില്ലല്ലോ. അപ്പൊ സ്കൂട്ടിക്ക് ലൈസൻസിന് നോക്കുന്നുണ്ട്. അതാവുകയാണെങ്കിൽ കുറച്ചുകൂടി കൊണ്ടു കൊടുക്കാൻ സൗകര്യമായി. ഇത് സാധാ വീട്ടമ്മയായിട്ട് ഇരിക്കുന്ന ആള് എനിക്ക് പെട്ടെന്ന് കടകളിൽ ഇറങ്ങി എല്ലാവരുമായിട്ട് ചോദിച്ച് വേണ്ട ഇതൊന്ന് കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ പോയി ചോദിച്ചപ്പോ ആരും അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. നല്ല ഐഡിയ ആണല്ലോ, നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നിയത്, ഇവിടെ ഇല്ലാത്താണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തോളാൻ തന്നെയാ പറഞ്ഞു. ആദ്യമേ ഞാൻ പോയി ചോദിച്ചിരുന്നു, ഇതെങ്ങനെയാ വന്ന് ചോദിച്ചാൽ ഓർഡർ എടുക്കാമോ എന്നുള്ളത്. അപ്പൊ എല്ലാരും പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് വെച്ച് നോക്കാം, നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോന്ന് പറഞ്ഞു. ഇപ്പൊ വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു ഈ ഒരു ഐഡിയ പറഞ്ഞപ്പോ സപ്പോർട്ടും കാര്യങ്ങളും? വീട്ടില് സത്യം പറഞ്ഞാൽ ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല, ആരോടും പറയാണ്ട് തുടങ്ങിയതാ. എന്നുവെച്ചാൽ ഈ നാട്ടിൽ അങ്ങനെ നാട്ടുംപുറമല്ലേ, ഇതൊന്നും അത്ര ഇതാവില്ല. ഞാനിത് ഇപ്പൊ പെട്ടെന്ന് വന്നൊരു ഐഡിയ അല്ല, എന്റെ മനസ്സിലൊരു 3-4 വർഷം മുന്നേ ഉള്ളതാ ഈ സംഭവം തുടങ്ങണം എന്ന് പറഞ്ഞത്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞതേ അതൊന്നും ഇവിടെ ശരിയാവില്ല, ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കുന്നവരല്ലല്ലോ. അങ്ങനെ പറഞ്ഞ് നോക്കി കാത്തിരുന്ന് ഇങ്ങനെ ഒരു അവസരം ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോ ധൈര്യത്തിൽ തുടങ്ങി. ഷോപ്പായിട്ടല്ല, ഒരു സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ആക്കണം, എന്നിട്ട് കുറച്ചുകൂടി കപ്പാസിറ്റി ഉള്ള, ഇതിപ്പോ ഒരു ചെറിയ രീതിക്കല്ല ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ കുറച്ചധികം പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതിന് വലുത് വാങ്ങിക്കണം. വലുത് വാങ്ങിച്ചിട്ട് തുടങ്ങാൻ ഇരിക്കുന്നത്. പക്ഷെ അപ്പത്തേക്ക് ഓർഡർ നല്ലപോലെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ ചെറുപുഴ മാത്രമാണോ കൊടുക്കുന്നത്? ഇപ്പൊ ചെറുപുഴ, പിന്നെ ഇവിടെ പ്രാപ്പൂല് മാത്രമേ കൊടുക്കുന്നു. പിന്നെ പാടിച്ചാൽ ഭാഗത്തൊക്കെ ഞാൻ പോയി ചോദിച്ചതാ. അപ്പൊ ഇവിടത്തെ അത്ര പോലും സപ്പോർട്ടിങ് ഇല്ല അവിടെ. അവര് പറയുന്നത് ആരും അങ്ങനെ വാങ്ങിക്കില്ല. നേരത്തെ ഒരു കൊറോണ ടൈമിലാന്ന് തോന്നുന്നു ഒരു ടീം ഇതുപോലെ കൊണ്ടുവച്ചിരുന്നു, എന്നിട്ട് അവര് ഇത് കച്ചവടം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിയതെന്നാ പറഞ്ഞത്. അവിടെ ഒന്നും ഇതുവരെ വെക്കാൻ തുടങ്ങിയില്ല. ഇപ്പൊ കുടുംബശ്രീയുമായി സഹകരിച്ച് അങ്ങനെ തുടങ്ങാൻ പറ്റില്ലേ? ഇത് ഡെവലപ്പ് ആക്കുന്നതിന് അത് പറ്റും. അത് കുടുംബശ്രീക്ക് ചോദിച്ചപ്പോൾ ലോണിന്റെ ഇതിന് പറഞ്ഞിരുന്നു, എന്തായാലും തുടങ്ങിക്കോ, പിന്നീട് അവിടുന്ന് ലോൺ തരണമെങ്കിൽ തന്നെ നമ്മൾ തുടങ്ങിയത് ഇതിന്റെ ഡെവലപ്മെന്റ് എല്ലാം നോക്കിയിട്ട് അവർ വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അത് പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ ഇതാണ് കൂടുതൽ നമുക്ക് ഓർഡർ കിട്ടണം. ഓർഡർ കിട്ടുകയാണെങ്കിലല്ലേ നമ്മൾ ഇതിനെ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. നമ്മള് എന്നുവെച്ചാൽ മറ്റു സാധനം പോലെ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ആവശ്യമുള്ളതിനനുസരിച്ച് മാത്രമേ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടം വരും. ചെലവായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് ഇതാവുന്നില്ലല്ലോ. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TVകൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം,
ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.